ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണേ. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പണ്ടൊക്കെ ചെറിയ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഇപ്പോഴല്ലേ വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആയത്, അങ്ങനെയുള്ള ഹോട്ടലുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഗ്ലാസ് അലമാരികളിലൊക്കെ ഇങ്ങനെ അതിനകത്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതിന്റെ 2 ഇരട്ടിയുടെ വലിപ്പം കാണും നമ്മൾ അന്നൊക്കെ കഴിച്ചിട്ടുള്ള വെട്ട് കേക്ക്. അതിന്റെ ഒരു ചെറുതാണ് കേട്ടോ. ഇത് ചെറുതാകുമ്പോ നമുക്ക് കഴിക്കാനൊക്കെ നല്ല സൗകര്യമാണ്, എളുപ്പമാണ്. ഇത് കണ്ടോ, നല്ല പൊടി പോലും പോകുന്നത്. അതെ കണ്ടോ, പൊടിഞ്ഞു കിട്ടുന്നതാണ്. ആ രീതിയിലാണ്. അപ്പൊ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ കുറച്ച് കട്ടിയായിരിക്കും, ഇത് നല്ല പൊടിഞ്ഞു പോകും കേട്ടോ. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂണ് റവ എടുത്തിട്ടുണ്ട്, പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 സ്പൂൺ നെയ്യ്. നെയ്യ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതൊന്ന് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് വാനില എസൻസ്. ഇതൊരു 1/4 ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ടേ. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ച് ലൂസ് ആയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇടാമേ. കാര്യം എഗ് വൈറ്റ് ചില മുട്ടയ്ക്കൊക്കെ കൂടുതലായിരിക്കും, ആ സമയത്ത് കുറച്ച് വെള്ളമായിപ്പോ. ഇതിപ്പോ ഞാൻ 1 കപ്പ് മൈദ ഇട്ടുള്ളായിരുന്നു, കുറച്ച് ലൂസായിട്ടാണ്, കുറച്ചുകൂടി ഇടുവാണേ. നമുക്ക് ചപ്പാത്തി മാവിന്റെ പരുവമാകേണ്ടത് ഇത്. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഞാനിപ്പോ ഏകദേശം 1.25 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കൈവച്ച്. നല്ല കറക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചാൽ ഒത്തിരി ബെറ്റർ ആണ് കേട്ടോ. അന്നേരം വേണേലും ഉണ്ടാക്കാം, പക്ഷെ 2 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഇത് 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ. 2 മണിക്കൂറായിട്ടുണ്ട്. എല്ലാം പരത്തി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബേക്കറിലൊക്കെ കിട്ടുന്ന വലിയ വെട്ടുകേക്ക് ഉണ്ടാക്കാനല്ല കേട്ടോ, ചെറുത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത്ര മതി. ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്യും. എല്ലാം സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കും. ഇതേപോലെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എളുപ്പം ഇത് മൂത്ത് കിട്ടും കേട്ടോ. ഇത്രയും മതിയേ. ഇതിനെ എടുക്കുക. ഇനി ബാക്കി കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇതേപോലെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചൂടായിരുന്നാലും കണ്ടോ, മുറിച്ചെടുക്കുമ്പോ നല്ലതുപോലെ കടി കൊള്ളുന്ന പൊടിഞ്ഞു പോന്തേ. കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിലുള്ള വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും, നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.